ഹേയ് ഗൈസ് വാട്ട്സ്ആപ്പ് എല്ലാ വെച്ചവർക്കും ബ്രേക്കിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ സോ നമ്മള് ഫൈനലി നമ്മളെ പി സിനകത്തും താണ്ടേ നമ്മൾ അങ്ങനെ മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൈസ് കുറെ കഷ്ടപ്പെടുന്ന ശേഷമാണ് നമ്മൾ മൈൻക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തത് ഗൈസ്. അതുപോലെയാണ് ഈ വേൾഡിനകത്ത് പണിയെടുക്കില്ല ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഗൈസ്. സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ വേൾഡും കാര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞുള്ളൂ. സോ വേൾഡ് അല്ല, നമ്മളെ കളിക്കാൻ പഠിച്ചു കഴിഞ്ഞുള്ളൂ ഇതിനകത്ത് ഗൈസ്. നിങ്ങൾ ഫോണിൽ കളിക്കുന്നവരൊന്നും അല്ല ഗൈസ്. നമ്മുടെ ഫോണിൽ കളിക്കാനൊക്കെ എന്ത് സിമ്പിളാന്ന് വിചാരിക്കും. ബട്ട് ഗൈസ് ഞാൻ ഇതിനകത്ത് പഠിച്ചു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീബോർഡിലെ എല്ലാ ബട്ടണും ഞെക്കി വെക്കും, അപ്പൊ ഏതെങ്കിലുമൊക്കെ മൂവ് ആവും ഗൈസ്. അങ്ങനെ പഠിച്ചു വന്നതാണ് ഗൈസ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇനി പഠിക്കാൻ വേണ്ടിയുള്ളത് ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ക്രൗച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. ഈ ചാടാനൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ക്രൗച്ച് ചെയ്യാൻ മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ സഹായിക്കണം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു ഗൈസ്. ക്രൗച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഉപകാരം ഉണ്ടായിരുന്നു. ദെൻ ഗൈസ് നമുക്ക് പണിയിലേക്ക് കാണിച്ചിട്ട് പണിയില്ല. ഇതാണ് ഇപ്പൊ നമ്മളെ തലക്കാലത്തേക്ക് ഒരു വില്ലേജ് കിട്ടി. ഇപ്പൊ ഇതാണ് നമ്മളൊരു സെറ്റിൽമെന്റ്. ഓക്കെ, ഇവിടാണ് നമ്മളെ കട്ടില്. എന്താ രണ്ട് നല്ലൊരു വീടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ മണ്ടേ കയറിയത് അല്ലേ നമ്മളെ വില്ലേജന്മാർ വന്ന് കിടക്കും. അപ്പൊ നമ്മളതിൽ ഓൾമോസ്റ്റ് വേണ്ടേ നമ്മൾ തട്ടിക്കൂട്ടി ഇത്ര സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ പരിപാടി ഉണ്ട് ഗൈസ്. ഞാനപ്പം ചെറിയ വേൾഡ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, എന്നാലും ഞാൻ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഗൈസ്. ഞാൻ വെയിറ്റ് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ആയിട്ട് നമ്മൾ കുഞ്ഞി കെട്ടിടം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പണിയുണ്ട് ഗൈസ്. പിന്നെ ചെറിയൊരു ലാഗ് ഉണ്ടാവും, അത് മൊത്തം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ആക്കി ഞാൻ എടുത്ത് വെച്ചേ ഉള്ളൂ, പിന്നെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല ഗൈസ്. അപ്പം ഇതാ ഇപ്പൊ അതിന്റെ ചെറിയ ലാഗ് ഉണ്ടാവും കേട്ടോ. നമ്മള് കയറി വരുമ്പോ തന്നെ ഉണ്ടാവും. അത് 5 മിനിറ്റ് കഴിയുമ്പോ തന്നെ ലാഗും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി സ്മൂത്ത് ആയിക്കോളും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, നമുക്ക് ഇനി കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ടോർച്ച് വെക്കണം ഗൈസ്. പിന്നെ വേറെ സംഭവം ഉണ്ട്. ഇങ്ങനെ സംഭവം എല്ലാം കൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് നല്ല ഉപകാരമായിട്ട് ഈ F1 കഴിയുമ്പോൾ ഗൈസ് ഇങ്ങനെ ഉപകാരം വരും. നമ്മുടെ പിക്കാസൊക്കെയാണ് ലെഫ്റ്റും റൈറ്റിലേക്ക് അങ്ങനെ മാറി നിൽക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ ശല്യം ഉണ്ടാവില്ല ഇത് രണ്ടും ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് എന്തോ ഒന്ന് ചെയ്യാണ്ടായിരുന്നല്ലോ. ഓക്കെ ഗൈസ്, ഞാൻ ഫർണസിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കോൾ ഇപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്, വേറെ ഒരു നിവൃത്തിയില്ല ഗൈസ്. ഇവിടെ ഒരു കേവ് പോലും കാണില്ല, അല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു ഗൈസ്. ഇവിടെ കേവ് ഇല്ല സത്യത്തിൽ പറയുകയാണെങ്കിൽ. നമുക്ക് ഇതിവിടെ വെക്കാം ഗൈസ്. നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റിക്ക് നമ്മളെ കയ്യിലുണ്ട്. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇത് ഈ ബോട്ട് ഞാൻ കണ്ടു. ഈ ബോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഇതല്ല വീട്ടി ഈ വൈറ്റ് ബോട്ട് ഗൈസ്. ഇതൊക്കെ എന്താണ് ഗൈസ്? പിന്നെ ഇത് വേറെ ഏതോ ഒരു പണ്ടത്തെ അഡീഷണലാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇതിനകത്ത് വെയിറ്റ്, എനിക്കൊരു ഡൗട്ട് ഗൈസ്. ഈ ബോട്ടിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചെസ്റ്റ് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അതെന്താ ഐറ്റം ഗൈസ്? ഞാൻ കണ്ടെന്ന് തോന്നുന്നു. ബോട്ടിന്റെ ബാക്കിലായിട്ട് നമ്മളെ ചെസ്റ്റ് വെക്കും. ഓക്കെ, നമ്മുടെ ബോട്ടിന്റെ ബാക്കിലായിട്ട് നമ്മളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അതപ്പം നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വേറെ പരിപാടി ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഓക്കെ, ഹണ്ടിങ്ങിനൊക്കെ കുറെ പോകാനുള്ളതാണ് ഗൈസ്. അതുകൊണ്ട് ടോർച്ച് കുറെ ആവശ്യമുണ്ട്. എന്തായാലും ഗൈസ് ഞാൻ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പഠിച്ചു വരുന്നുണ്ട് നമ്മുടെ മൈൻക്രാഫ്റ്റ് PC കളിക്കാൻ വേണ്ടി. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണം ഗൈസ്, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, നമ്മൾ ടോർച്ച് ഇപ്പുറത്തെ കയ്യിലേക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നിൽക്കുന്ന ബട്ടനൊക്കെ വേറെ പോവാതെ. ഓക്കെ, അപ്പം നമുക്ക് പോകാൻ കുറെ സംഭവം ഉണ്ടാക്കാറുണ്ട്. നമ്മളെ വീടിന്റെ പണിയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമുക്ക് ഇച്ചിരിയൊക്കെ പണി ഉണ്ട് ഗൈസ് വീടിന്. ഓക്കെ, ഞാൻ എന്തായാലും ടോർച്ച് വെക്കട്ടെ ഗൈസ്. ടോർച്ച് ചില സ്ഥലത്തൊക്കെ ടോർച്ച് വെച്ചിട്ടുള്ളൂ. ഇപ്പൊ അത്യാവശ്യം ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഈ നിലം മൊത്തം ഒന്ന് ഔട്ടാക്കണം. വെയിറ്റ്, നമ്മുടെ കയ്യിൽ ശവലുണ്ട്. ഓക്കെ, ഇതിനകത്ത് കളിച്ചു വരാൻ പഠിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, എന്നാലും വലുതായിട്ട് അത്ര വലുതായിട്ടൊന്നും പഠിച്ചിട്ടുള്ളൂ. ഇതാണ് മെയിൻ പ്രശ്നം. ചില സമയത്ത്
ഒരു മണ്ടങ്ങളി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഓക്കെ. ഷവലിനല്ല ഇങ്ങനെ ക്രിയേറ്റ് ഒന്നും അല്ലല്ലേ, ഷവലിന് നല്ല പവർ കൂടി വരും കേട്ടോ. ഇവിടെ ഫുള്ള് നമുക്കൊന്ന് വുഡ് ആക്കാനുണ്ട്. വുഡ് പോട്ടെ, പ്ലാൻ വുഡ് ആകുമ്പോ നമുക്ക് തികയില്ല, വുഡ് തുള്ളി തികയില്ല ഗൈസ്, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഒരു ഹാർഡ് കോർ കളിക്കണം. എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് വരുന്നേയുള്ളൂ. എന്ന് വെച്ചാല് ഹാർഡ് കോർ ഒക്കെ ഇപ്പോഴേ നമ്മൾ പോയി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒറ്റയടിക്ക് തന്നെ നമ്മൾ ചാവും ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഗെയിം പ്ലേ നമ്മൾ നോക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് കയറിയതാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഇത് ഫുള്ളി വെട്ടിക്കഴിഞ്ഞ് പെട്ടെന്ന് പരിപാടിയൊക്കെ തീരുന്നുണ്ട് കേട്ടോ. പക്ഷെ ചില സമയത്ത് ഇത് നിങ്ങോലാണ് പണി. ഓക്കെ, നമ്മള് ചിലപ്പോ ശവലായിരിക്കും വെട്ടാൻ, സോറി നമ്മളെ ഡേട്ട് ആയിരിക്കും വെട്ടാൻ നിൽക്കുന്നത്, ബഡ് ടോർച്ച് ആയിരിക്കും അവിടെ വീഴുന്നത് ഗൈസ്. ഓക്കെ, നമ്മളെ വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് പ്ലാങ്ക് എടുക്കണം. ആകെ 16 പ്ലാങ്ക് ഉള്ളൂ അല്ലേ നമ്മളതിൽ. പിന്നെ 15 വുഡ് ഉണ്ട്. പിന്നെ ഞാൻ വേറെ ഒരുത്തനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ വെയിറ്റ് കാണിച്ചു തരാം. ഇവനാണ് നമ്മള്. ഓക്കെ, നോക്ക് നല്ല രസമില്ല ഈ സ്കിൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഈ പ്ലാങ്ക് തന്നെ വേണം. കുഴപ്പമില്ല, ഫുള്ളി ഡാർക്ക് മോഡ് ആയി പോയില്ലേ. ഓക്കെ, സെറ്റ്. ഇവിടെ ഫുള്ളി നമ്മളെ ഇത് വെക്കണം, പ്ലാങ്ക് വെക്കണം. നമുക്ക് ഫുഡില്ല, ഇതിനകത്ത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഫുഡില്ല. ആടിനൊക്കെ ഒരടിക്ക് തന്നെ ഒരടി അടിക്കാൻ നമുക്ക് പറ്റില്ല, പിന്നെ അങ്ങോട്ട് ആടിനെ കാണുന്നവരില്ല, ചാവൂല ഗൈസ്, അതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു കൃഷി കുറച്ച് സ്ഥലം തുടങ്ങിയതൊക്കെ. നമുക്ക് ഫുഡ് ഫാം എന്തായാലും അടുത്തിനകത്ത് തുടങ്ങണം ഗൈസ്. ഫുഡ് ഫാം ഇല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ ഓക്കെ, ഇവിടെ കൈസ് കുറെ, ഇതെന്താണ് ഇങ്ങനെ വരുന്നത്. ദേഷ്യം ചില സമയത്ത് ഒരു ദേഷ്യം വരും കേസ്, പിന്നെ കുഴപ്പമുണ്ടാവില്ല, പിന്നെ ശീലമായിക്കോളും. ഓക്കെ ഗൈസ്, പിന്നെ ഞാൻ വേറെ സാധനം ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. ഇതിന്റെ മേലായിട്ട് നമുക്ക് ഒരു സ്പേസ് വരുന്നുണ്ട്. ഏട്ടാ, നമ്മളിപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. സംഭവം നൈറ്റ് ആയിട്ട കാര്യം നമ്മളിപ്പോ അറിഞ്ഞിട്ടില്ല. നൈറ്റ് വെയിറ്റ് ചെയ്യാൻ, നൈറ്റ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നൈറ്റ് ആവുന്നേ ഉള്ളൂല്ലേ. ഒന്നീ നൈറ്റ് ആയി നൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. പക്ഷെ അത്യാവശ്യം നല്ല മോബ് ഉണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, അമ്പുലിമാമനൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, നൈറ്റ് ആയി തുടങ്ങി ഗൈസ്. ഒരു വട്ടം ഞാൻ നൈറ്റ് ആയിട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കി, ഒറ്റ ക്രീപ്പർ ഒന്ന് പൊട്ടി. പിന്നെ നമ്മള് മുൻഭാഗം ഒന്ന് നോക്കി, ഇങ്ങനത്തെ ക്രൗച്ച് ചെയ്യാൻ മാത്രം എനിക്ക് എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. കുറച്ച് മോബ്സ് ഒന്നുമില്ല, നമുക്കൊരു വാതിൽ വെക്കണം, ഒരു ലാൻഡിങ് ഉണ്ടാക്കണം. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് ലാൻഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കണല്ലോ. വൈറ്റ് പോട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ, ഉണ്ടാക്കണം എന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. നമുക്ക് ഇത് വേണം, ഇതിന്റെ പേരെന്തായിരുന്നു, ക്യാൻ ഫയർ. ഓക്കെ, ഒരു ക്യാൻ ഫയർ വെക്കണം. പിന്നെ നമുക്കൊന്ന് വെക്കാനുള്ള ഇതൊക്കെ ഗൈസ്, ഇത് ഗൈസ് ഇതിനകത്ത് എനിക്ക് തോന്നി മൈൻക്രാഫ്റ്റ് എന്തോ ഒരു മൈൻക്രാഫ്റ്റ് ഉണ്ട്. ഇത് കണ്ടു നമ്മളെ നെയിം ടാഗ് ഒക്കെ വേറെ രീതിയിലില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ തപ്പുന്നൊരു സാധനം ഇതിനകത്ത് കാണുന്നില്ലല്ലോ. ഓക്കെ, ലാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ലല്ലോ ഗൈസ്. ലാൻഡ് ഉണ്ടാക്കാന്ന് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. എനിക്ക് ലാൻഡ് ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് എനിക്ക് അറിയാൻ പാടില്ല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്. നിർത്തിക്കാം. നമുക്ക് എന്തായാലും പിന്നെ ഗൈസ് നമുക്ക് കുതിരേനെ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. സാഡിലുണ്ട് ഗൈസ് നമ്മുടെ കയ്യില്. ഇവിടെ ഒന്നും ഒരു കുതിര ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ 2ാം ദിവസം ഡേ 2 ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് സത്യത്തിൽ പറഞ്ഞ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ വേൾഡ് തുടങ്ങാൻ നേരത്ത് ക്രിയേറ്റ് സർവൈവലൊക്കെ അവിടെ കാണുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് തുടങ്ങി കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട്
ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, ഇവിടെ ആക്കുമ്പോൾ നമുക്ക് ബാക്ക് ടു ഗെയിം കാണാം, പിന്നെ സേവ് ആൻഡ് ക്വിറ്റ് ടു ഗെയിം അങ്ങനെ കാണുക. പിന്നെ അങ്ങോട്ട് എങ്ങനെയാന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് വേറെ വല്ല വഴിയുണ്ടോ? അല്ല, ഇനി മുന്നേ നമുക്ക് ഡോർ ഉണ്ടാക്കണമല്ലേ. ഫുൾ സെറ്റ്. ഓക്കെ, നമ്മളെ വീടിന്റെ ഫുൾ പണി അങ്ങോട്ട് പെട്ടെന്ന് തീർത്തേക്കാം. ഇതെല്ലാം പൊട്ടിച്ചെടുക്കട്ടെ, എല്ലാം വീട്ടിൽ കൊണ്ടുവെക്കാം. ഇങ്ങനെ വിക്കാസ് എടുക്കട്ടെ, ആക്സ് എടുക്കാം. ഈ വിക്കാസ് ആക്സ് എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആക്സ് എടുക്കട്ടെ. അമ്പോ, കുറെ സംഭവം ഉണ്ട്, പക്ഷെ നമ്മളതിൽ ലൂടാവുന്നില്ല. ഇതൊന്നും നമ്മളതിൽ ആവശ്യമില്ലാത്ത സാധനം. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് ഇൻവെന്ററി ഒക്കെ ഫുള്ളായി തോന്നുന്നു നമ്മളെ ഇൻവെന്ററി. ഓക്കെ, അമ്പട ഇൻവെന്ററി ഒക്കെ ഫുള്ളായിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഈ ഇവിടെ നമ്മൾ കുറെ പണി. ഈ മുറ്റൊന്നും ലെവലാക്കാൻ വേണ്ടിയൊക്കെ നമ്മള് കട്ടിലൊക്കെ ഇടന്ന് സെറ്റ് ആക്കട്ടെ. പിന്നെ നമ്മുടെ ഒരു ബെഡാ ഉള്ളൂ, അത് വേറെ കാര്യം. ബെഡൊക്കെ ഇടിക്കട്ടെ. ഈ ബെഡായിട്ട് നമുക്ക് ഈ സൈഡിലായിട്ട് ബെഡ് വെക്കാം. ഓക്കെ, ഇവിടെ ബെഡ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വലിയൊരു ഹാളില് ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ. 2 ബെഡ് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ വെക്കാന്ന് വെച്ചാല് ഫർണസ് എടുക്കണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിള്. ചെസ്റ്റ് എന്ത് എടാ, ചെസ്റ്റ് എടുത്തില്ല അല്ലേ. എന്തായാലും ചെസ്റ്റ് ഉണ്ടാക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഫർണസ് ഇവിടെ വെക്കാം. പിന്നെ ഇത് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം. വെയിറ്റ് ചെയ്യും, ചെസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ എന്തെങ്കിലും ഉണ്ടില്ലേ. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുന്നു, അതിനകത്ത് ഉണ്ടാവും ജസ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒരെണ്ണം കിട്ടി. ജസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് 2 എണ്ണം വേണം. അപ്പൊ നമുക്കൊരു കാര്യം ജസ്റ്റ് ഇവിടെ ഇട്ട് വെക്കാം. ഇവിടെ ഇട്ട് നമ്മുടെ സാധനങ്ങൾ ഫുൾ എടുത്ത് വെക്കണം. ഇതാണ് സ്റ്റോർ. ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്തു വെക്കുന്നതെന്ന് അറിഞ്ഞൂടെ. കുറെ പേര് എടുത്തു വെക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. അതും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. നമ്മുടെ സാഡിലൊക്കെ ഉണ്ട് ഗൈസ്. ഒരു കുതിര പോലും ഇവിടെ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, അങ്ങനെ ഗൈസ് പെട്ടെന്ന് എന്ത് കാര്യം ചെയ്യട്ടെ. ഒരു ഡോർ ഉണ്ടാക്കണം നമുക്ക്. ഡോർ ഓക്കെ, ഈ ഡോർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഈ ഡോർ എടുക്കാം. ഓക്കെ, അതിന് തന്നെ ഇവിടെ സാധനം ചെയ്യണം അല്ലേ. ഇവിടെ ആയിട്ട് നമ്മളെ പ്ലാങ്ക് വെച്ചിട്ടുണ്ട്. ദെൻ ഡോറും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് സീനായിട്ടുണ്ട്. നോക്കട്ടെ, ഇപ്പൊ നമുക്ക് നമ്മുടെ വീടേ മാറിയുണ്ട്. നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് ആഹാ, എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാലും ഒരു സമാധാനം ഉണ്ട്. നമ്മളെ ഇതെല്ലാം ആവശ്യമില്ലാത്ത നമ്മളെ ചെസ്റ്റിൽ കൊണ്ടുവെക്കട്ടെ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഫുഡ് ഫാം ഉണ്ടാക്കണം, പിന്നെ അയൺ ഫാം ഉണ്ടാക്കണം. പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് പെട്ടെന്നെല്ലാം ഉണ്ടാക്കി തീർക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത ഹാർഡ് കോറിലേക്ക് ഇറങ്ങി. ഹാർഡ് കോറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സീനായിരിക്കും. ഹാർഡ് കോർ പക്ഷെ കളിക്കാൻ ഒരു പേടിയായി. പതുക്കെ കളിച്ചില്ലേ പണി നല്ലോണം പണി കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നല്ല സ്മൂത്ത് ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടല്ലോ, അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഗ്യാപ്പ് ഇടണം. എന്താ വെച്ചാൽ ഗ്ലാസ് വെക്കണം. ഓക്കെ, ഇപ്പൊ നമ്മളെ വീടും കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാറോ. 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.
ബ്രേക്ക് ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ. ഗൈസ് അടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണം എന്തൊക്കെ ചെയ്യണമെന്ന്. നമുക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ കമന്റ് ഇടണം ഗൈസ്. പിന്നെ നിങ്ങൾ ഒന്ന് ക്രൗച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം ഗൈസ്. എനിക്ക് സത്യത്തിൽ പറഞ്ഞിട്ട് അറിഞ്ഞൂടാ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റ ആൻഡ് ടേക്ക് കെയർ.